എല്ലുവേദനയെ തടയാൻ അമിതമായി കുനിയുന്നത് ഒഴിവാക്കുകയും അധിക ഭാരമെടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. കാൽമുട്ട് വളച്ച് അധിക നേരം അധിക ഭാരമുള്ള വസ്തുക്കൾ എടുത്തു നടക്കരുത്. കുനിഞ്ഞുള്ള ജോലിയും അധികം ചെയ്യരുത്. അതുകൊണ്ടും എല്ലുവേദന വരും. ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ യാദൃശ്ചികമായി നമുക്കൊരു പരിക്ക് പറ്റിയാൽ അപ്പോൾ ഒടിഞ്ഞ എല്ലിനെ ജീവിതകാലം മുഴുവൻ നമ്മൾ ശ്രദ്ധയോടെ നോക്കണം. അതാണ് ഉത്തമം. അതായത് ഓഫീസില്, വീട്ടില്, കാറില്, മറ്റെവിടെ പോയാലും ശരി, യു ആകൃതിയിലുള്ള കുഷ്യനിൽ മാത്രം ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്താൽ ടെയിൽ ബോണിന് സമ്മർദ്ദവും അനുഭവിക്കില്ല, വേദനയും ഉണ്ടാവില്ല. പിന്നെ ശരീരത്തിലുണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡ്, ഇപ്പോൾ അധികമായി കണ്ടുവരുന്ന പ്രമേഹ രോഗം, വൈറ്റമിൻ ഡിയുടെ കുറവ്, തളർവാദം, ഇതുപോലുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ രോഗം വരുന്നു. ഇതുകൂടാതെ കണങ്കാൽ വേദന മൂലവും ഈ രോഗം ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇതിന്റെ മൂലകാരണം കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നമ്മൾ ചികിത്സ നൽകണം. ഈ വേദന കുറയ്ക്കാനായി സോഫ്റ്റായ ചപ്പലുകൾ ഉപയോഗിക്കണം. പിന്നെ ഷൂവിൽ സിലിക്കോൺ ഹീൽ കപ്സ് എന്നൊന്നുണ്ട്, അത് ഉപയോഗിക്കാം. ചെരുപ്പ് ഉപയോഗിക്കുന്നവർ സിലിക്കോൺ സോക്സ്. ഇതുകൂടാതെ രാവിലെയും പിന്നെ വൈകുന്നേരവും ചൂടുവെള്ളത്തിൽ കല്ലുപ്പ് ഇട്ടുവെച്ച് അതിൽ 10 മിനിറ്റ് കാലുകൾ ഇട്ടുവെച്ചാൽ അതിലെ കൃമികളൊക്കെ നശിച്ച് നല്ല ആശ്വാസം ലഭിക്കും. സ്പാൻഡിലോസിസ്. സാധാരണയായി സ്പാൻഡിലോസിസ് 40 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഉണ്ടാവുക. എന്നാലും ചെറിയ പ്രായത്തിൽ വരുന്ന ഈ സ്പാൻഡിലോസിസ് വേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. വളരെ നേരത്തേക്ക് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നത്, കിടന്നുകൊണ്ട് വയറ്റിൽ ലാപ്ടോപ്പ് വെച്ച് ജോലി ചെയ്യുന്നത്, അലസനായി സോഫയിൽ കിടന്ന് കമ്പ്യൂട്ടർ മേലെ വെച്ച് ജോലി ചെയ്യുന്നത് കൊണ്ട് ഈ സ്പാൻഡിലോസിസ് എന്ന് പറയുന്ന രോഗവും വേദനയും ഉണ്ടാകുന്നു. അതുമാത്രമല്ല, കുറച്ചുപേര് തലയ്ക്ക് താഴെയായി 2 തലയാണി വെച്ചുകൊണ്ട് TV കാണാറുണ്ട്. ഇതുപോലുള്ള സ്വഭാവങ്ങൾ മൂലവും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇതെല്ലാം നമ്മൾ ശരീരത്തിൽ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. സ്പാൻഡിലോസിസ് മാത്രമല്ല, അതുപോലെ കഴുത്തുവേദനയൊക്കെ ഇല്ലാതാക്കാൻ ഡോക്ടർമാർ ഐസോമെട്രിക് ട്രീറ്റ്മെന്റുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ പ്രയോജനപ്പെടാറുള്ളൂ. ഈ വേദന കാരണം തലചുറ്റൽ, കൈ, കഴുത്ത്, തോള് എന്നിവയ്ക്ക് വേദന അനുഭവിച്ചാൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണണം. ഈ വേദന കാരണം തല ചുറ്റുന്നത്, കൈ, കഴുത്ത്, തോള് തുടങ്ങിയ ഭാഗങ്ങളിൽ വേദന അനുഭവിച്ചാൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ വളരെയധികം നേരം ഒരേ ഭാഗത്ത് വെച്ച് ഫോണിൽ സംസാരിക്കുന്നത്, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ജോലിയിൽ കഴുത്ത് ഒരേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ വേദന അനുഭവപ്പെടും. നമ്മുടെ ഫോൺ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. ഫോൺ എപ്പോഴും നമ്മുടെ കണ്ണിൽ നിന്ന് കുറച്ച് ദൂരമായി പിടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കണം. കഴുത്തിലെ എല്ലുകളെയും പേശികളെയും ബലമാക്കി വെക്കാൻ വ്യായാമം അത്യാവശ്യമാണ്. തല വളരെ പതുക്കെ താഴോട്ട് കൊണ്ടുവരികയും അതുപോലെ തന്നെ മുകളിലോട്ട് കൊണ്ടുപോവുകയും ഇങ്ങനെ ചെയ്താൽ ഈ വേദനയിൽ നിന്ന് ചെറിയ ആശ്വാസം നേടാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് വിറ്റാമിൻ ഡി, കാൽഷ്യം ഇതുപോലുള്ള സപ്ലിമെന്റ്സുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കേണ്ടതാണ്. ഈ എല്ലുവേദനയ്ക്ക് ആയുർവേദം പല മരുന്നുകൾ നിർദ്ദേശിച്ചു വരുന്നുണ്ട്. കാൽഷ്യം അധികമുള്ള ആഹാരം കഴിക്കുന്നത്, പിന്നെ ചില മരുന്നുകളുടെ സഹായം മൂലം ഈ വേദനയിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കുന്നതാണ്. കോളിഫ്ലവർ, ഇറച്ചി, മീൻ, പാൽ ഇതിലെല്ലാത്തിലും കാൽഷ്യം ആവശ്യത്തിലധികമുണ്ട്. അതേസമയം തന്നെ ഈ കാൽഷ്യം ബൂസ്റ്റിംഗ്, ഫോസ്ഫറസ് ബൂസ്റ്റിംഗ് ഇത് ഭക്ഷണത്തിലൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല പ്രയോജനം കിട്ടുമെന്ന് പറയപ്പെടുന്നു. അശ്വഗന്ധ പൊടി 2 സ്പൂൺ പാലിൽ കലർത്തി സേവിക്കേണ്ടതാണ്. ഇത് രാവിലെയും വൈകിട്ടും 2 നേരം ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ആസ്റ്റിയോഫെറോസിസ് പോലുള്ള വലിയ രോഗങ്ങൾക്ക് പോലും അശ്വഗന്ധ ഉപയോഗിക്കുന്നു. കൂടാതെ ശതാവരിയും എല്ലുവേദനയ്ക്ക് നല്ല ഗുണം ചെയ്യുന്നു. ഈ ശതാവരി പൊടി രാവിലെയും വൈകിട്ടും പാലിൽ കലർത്തി 2 തവണ സേവിച്ചു കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കുന്നതാണ്. പിന്നെ ത്രിഫലയും 1/2 ടീസ്പൂൺ ത്രിഫല ചൂർണത്തെ രാവിലെയും വൈകിട്ടും തേനിൽ കലർത്തി സേവിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റമുണ്ടാവും. ത്രിഫലയിൽ എല്ലിനു വേണ്ടിയുള്ള വളരെ നല്ല ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എല്ലിന് മാത്രമല്ല, പല രോഗങ്ങൾക്കും ഈ ത്രിഫല ചൂർണം ഒരു ഉത്തമ പരിഹാരമാണ്. ഈ ത്രിഫല ചൂർണത്തെ രാവിലെയും വൈകിട്ടും 1 ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ കലർത്തി കഴിച്ചു കഴിഞ്ഞാൽ തളർവാദം, മുട്ടുവേദന ഇതിൽ നിന്നെല്ലാം പരിഹാരം ലഭിക്കും. ഈ ഔഷധങ്ങളെല്ലാം മുട്ടുവേദനയ്ക്ക് നല്ല പരിഹാരം നൽകുന്നുവെന്ന് ആയുർവേദം പറയുന്നു. ഇതെല്ലാമാണ് എല്ലുവേദന വരാതിരിക്കാനുള്ള പ്രാരംഭഘട്ടത്തിലെ മുന്നൊരുക്കങ്ങൾ. നന്ദി.